മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുന്നു. ബീഹാറിലെ റോത്തസിൽ നിർമ്മാണത്തിൽ നിന്ന് റോപ്പ് തകർന്നു വീണു. പുതുവത്സര ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ റോപ്പയാണ് തകർന്നു വീണത്. ആശ്വാസകരമായ കാര്യം, ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അച്യുതൻ നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ. അച്യുതൻ, ശരിക്കും നിർമ്മിച്ച ഉടനെ തന്നെ തകർന്നു വീണു എന്ന് പറയുമ്പോൾ നിർമ്മാണത്തിലെ പിഴവായിരിക്കാം കാരണം, അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു പുതിയ സംഭവമല്ല ബീഹാറിനെ സംബന്ധിച്ച്. കാരണം നേരത്തെ നിർമ്മാണത്തിലിരുന്ന പാലങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. ഇപ്പോൾ നിർമ്മാണത്തിലിരുന്ന റോപ്പ് വേ ആണ് തകർന്നു വീണിരിക്കുന്നത്. അതായത് റോഹ്താസ് ജില്ലയിലാണ് സംഭവം. അവിടെ പ്രശസ്തമായ ഒരു റോഹ്താസ് കോട്ടയുണ്ട്. കാരണം വിനോദസഞ്ചാരികൾ, പ്രത്യേകിച്ച് പുതുവത്സര നാളുകളിൽ ഇവിടേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് ഈ കോട്ട സന്ദർശിക്കാനായി എത്തുന്നത്. അപ്പോൾ സമുദ്ര നിരപ്പിൽ നിന്ന് 1400 അടി ഉയരമുള്ള ഒരു കോട്ടയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യമിട്ടതും. ഒരു കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള ഒരു RRPL എന്ന കമ്പനിക്ക് ഇതിന്റെ നിർമ്മാണ ചുമതല നൽകിയത്. ഏതാണ്ട് 12 കോടിയിലധികം രൂപ ചെലവഴിച്ചായിരുന്നു ഈ റോപ്പ് വേയുടെ നിർമ്മാണം. പക്ഷേ ഈ നിർമ്മാണത്തിൽ ഇരിക്കെയാണ് ഇതിന്റെ തൂണുകളും ട്രോളികളും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. എന്താണ് കാരണം എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇത് കണ്ടെത്തുന്നതിനായി ഒരു വിദഗ്ധ സംഘത്തെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. ആശ്വാസകരമെന്ന് പറയട്ടെ, ഇതിൽ ആളപായം ഒന്നും തന്നെ ഇല്ല. ഈ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ തകർന്നു വീണതും ഒരു തരത്തിൽ ആശ്വാസകരമാവുന്ന ഒരു കാര്യമാണ്. കാരണം പുതുവത്സര നാളിൽ ഇനി ഏറെ ദിവസങ്ങളില്ല, പുതുവത്സര നാളിലായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ വല്ലതുമായിരുന്നു ഈ അപകടം സംഭവിച്ചതെങ്കിൽ അതൊരു വലിയ സംഭവത്തിലേക്ക് കൂടി മാറിയേനെ. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിലെ പിഴവാണോ ഇത്തരത്തിലൊരു ഈ ഒരു അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായാണ് സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. സ്കെയിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.